നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള രാഷ്ട്രീയത്തിലും കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെല്ലാവരും വളരെയധികം കൗതുകമുള്ള ചില കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും CPM-ന്റെ കാര്യത്തിൽ. ഞാനിത് പറയാൻ കാരണം, ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഇറങ്ങി. ആ ഡോക്യുമെന്ററിയുടെ പേര് EMS-നും മീതെ പിണറായി എന്നാണ്. ഈ പേരിട്ട് കണ്ട് ഇത് CPM-ന്റെ നേതാക്കളൊക്കെ കാണുമ്പോൾ ഇതിലാരെങ്കിലും ഉളുപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പേടിയില്ലാതെ വളരെ വ്യക്തമായി ഇത് തുറന്നു പറയാമായിരുന്നു. ആ ടൈറ്റിലെങ്കിലും മാറ്റണം. പിണറായി പറയുന്നത് അത് എന്നെ പ്രശംസിച്ചല്ല, അങ്ങ് പാർട്ടിയെ പ്രശംസിച്ചാണ് എന്ന് പറയുന്നു. നേരത്തെയും ഒരു പാട്ടിറങ്ങിയിരുന്നു, പായും കുതിര പായും സൂര്യൻ എന്നൊക്കെ പറഞ്ഞൊരു പാട്ടിറങ്ങിയിരുന്നു പിണറായിയെ കുറിച്ച്. അതും ഇതേപോലെ വ്യക്തിപൂജയായിരുന്നു. ഇത് വ്യക്തിപൂജയല്ല, അതുക്കും മേലെ എന്ന് പറയുമ്പോൾ EMS എന്ന വ്യക്തിയെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്ന EMS നമ്പൂതിരിപ്പാടിനെ പോലെ സംശുദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവിനെ, മാർക്സിസം എന്താണെന്ന് മറ്റുള്ളവരെ സ്വന്തം വ്യക്തി ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുത്ത EMS-നെ അദ്ദേഹത്തിനോടൊപ്പം താരതമ്യം ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനില്ല. അങ്ങനെയിരിക്കെ അതുക്കും മേലെയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ഥാനം എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ഇറങ്ങുമ്പോൾ ഒന്നുമില്ലെങ്കിലും ശ്രീ പിണറായി വിജയനെങ്കിലും പറയാമായിരുന്നു, ആ ടൈറ്റിൽ അങ്ങ് മാറ്റിയേരെ. എല്ലാത്തിനും വളരെ വ്യക്തമായി മറുപടിയൊക്കെ പറയുന്ന ശ്രീ പിണറായി വിജയൻ പറയേണ്ടമായിരുന്നു, ഈ ടൈറ്റിൽ എനിക്ക് വേണ്ട എന്ന് പറയണമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളത് EMS-നോടും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം EMS നമ്പൂതിരിപ്പാട് ഭരിച്ചിരുന്നപ്പോൾ വിദ്യാഭ്യാസ നയങ്ങൾ കൊണ്ടുവരുന്നതിലാണെങ്കിലും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കാണെങ്കിലും കാർഷിക മേഖലയിൽ കർഷകർക്കാണ് ഭൂമി ആവശ്യമെന്ന് കണ്ട് അവരുടെ പേരിൽ ഭൂമിയാക്കി കൊടുക്കുന്നതിന് പട്ടയം കൊടുത്തതുമൊക്കെ ആ കാലഘട്ടത്തിലാണെന്ന് ഓർക്കണം. അപ്പോ അങ്ങനെയുള്ള സമയത്ത് EMS-നെ പോലെയുള്ള ഒരു മുഖ്യമന്ത്രിയെ, സംശുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അധിക്ഷേപിക്കുകയല്ലേ ഇതിലൂടെ ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയുള്ള EMS-നെ തള്ളിപ്പറഞ്ഞതോ പോട്ടെ, പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ നേരായ മാർഗത്തിലായിരുന്നു, അല്ലെങ്കിൽ അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരുന്നു എന്ന് ചിന്തിക്കണം. ഈ പാർട്ടിയിൽ ഇപ്പോൾ ആരുമില്ലേ? ജനാധിപത്യമില്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോൾ അല്പം പോലും ജനാധിപത്യമില്ല എന്നുള്ളതാണ് വിശ്വാസം. അതുതന്നെയാണ് സത്യവും. ജനാധിപത്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. P. ജയരാജനെ കുറിച്ച് നേരത്തെ ഒരു പാട്ട് ചെയ്തപ്പോ അത് വ്യക്തിപൂജയാണെന്നും ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും പറഞ്ഞ് ഇവിടെ കോലാഹലം ഉണ്ടാക്കിയ ആളുകളാണ് ഇപ്പോ EMS-നും മേലെ പോയിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യമെടുത്താൽ പോലും വിഴിഞ്ഞം പദ്ധതി കരുണാകരന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി, അത് കൊണ്ടുവരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ അന്ന് ശ്രമിച്ചതും അദാനിയുമായി കരാർ ഉണ്ടാക്കിയതുമെല്ലാം ഉമ്മൻചാണ്ടി എന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനെ അതിൻ്റെ ഉദ്ഘാടന വേളയിൽ ഒന്ന് പേര് പരാമർശിക്കാൻ പോലും മെനക്കെടാത്ത ആളുകൾ അപ്പാടെ ഉമ്മൻചാണ്ടിയെ മറന്നു കളഞ്ഞ വിഴിഞ്ഞം പദ്ധതി,
ആ പദ്ധതിയുടെ മുമ്പിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീമതി കമലയും മരുമകനും മകൾ വീണയും കൊച്ചുമകനും ഒക്കെ അദാനിയുടെ വിഴിഞ്ഞം പദ്ധതിയുടെ തൊപ്പിയും ഒക്കെ വെച്ച് നടന്നു വരുന്ന ആ വലിയ ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടതാണ്. 2020 എന്ന സിനിമയിൽ മലയാളത്തിലെ സിനിമാ താരങ്ങളൊക്കെ ഒരുമിച്ച് നടന്നു വരുന്ന പോസ്റ്ററൊക്കെ ഇറങ്ങിയതുപോലെ ഇവിടെ പിണറായി വിജയനും കുടുംബവും ഒക്കെ പോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പടം വിഴിഞ്ഞം പദ്ധതിയിൽ നിന്ന്. അത് തുടങ്ങിയതും അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ് CPM-ന്റെ ആളുകൾ. CPM ആണ് ആദ്യം അവിടെ കൊടികുത്തിയത്. മത്സ്യത്തൊഴിലാളികളെ ജീവിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് ആദ്യം കൊടികുത്തിയത് അവരാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖ്യമന്ത്രി തന്നെ അവസാനം അദാനിക്കൊപ്പം വേദി പങ്കിടുന്നതും അദാനിയെ പുകഴ്ത്തുന്നതും തിരുവനന്തപുരം എയർപോർട്ട് കയ്യിൽ നിന്ന് പോയപ്പോൾ നമ്മുടെ ഒരു യുവ നേതാവ് പറയുന്നത് കേട്ടു, എത്ര രൂപ വേണം ആ എയർപോർട്ട് വിലയ്ക്ക് കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാൻ ഇന്ന് കേരള ഗവൺമെന്റിന് കെൽപ്പുണ്ട് എന്നാണ് പറയുന്നത്. ആ കെൽപ്പുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഒരു കാര്യം ചിന്തിക്കണം. ചൂരൽമലയിലെ ഏതാണ്ട് 400ഓളം കുടുംബങ്ങൾ വഴിയാധാരമായപ്പോൾ, അതിലെ പല ജീവനുകളും ഈ ഭൂമുഖത്ത് പോലും ഇല്ലാതായപ്പോൾ, അവരെ രക്ഷിക്കാൻ എന്ന പേരിൽ വിദേശങ്ങളിൽ നിന്നും മനുഷ്യസ്നേഹികളായ മലയാളികളൊക്കെ അയച്ചു കൊടുത്ത പണം ഏതാണ്ട് 700 കോടി രൂപ സർക്കാരിന്റെ ഖജനാവിൽ കിടക്കുമ്പോൾ ആ പാവപ്പെട്ട മനുഷ്യർക്കിന്ന് വീട്ടുവാടക കൊടുക്കാനോ റേഷൻ വാങ്ങാനോ പോലും ത്രാണിയില്ലാതെ അവർ കിടന്ന് അലയുമ്പോൾ അവരെ നോക്കി കൊഞ്ഞണം കുത്തുന്ന ഒരു സർക്കാരായി മാറിയില്ലേ? എന്നിട്ടും വികസനത്തിന്റെ പേരിൽ ആളുകളെ പറ്റിക്കുന്ന ആ ഒരു ഇടപാടുണ്ടല്ലോ, അതാണ് സഹിക്കാൻ വയ്യാത്തത്. ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് ദേശീയപാതാ വികസനം. ദേശീയപാതാ വികസനം അതങ്ങ് കേന്ദ്ര ഗവൺമെന്റേതാണ്. സംസ്ഥാന സർക്കാരിന് സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുക എന്നൊരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ പറയുന്നത് കിഫ്ബി. ഇതെല്ലാം ഈ ഡോക്യുമെന്ററിയിൽ പറയുന്നുണ്ട്. തോമസ് ഐസക് എന്ന അതിബുദ്ധിമാന്റെ തലയിൽ ഉദിച്ച ഒരു പരിപാടിയാണല്ലോ കിഫ്ബി. എത്ര പദ്ധതികൾ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എത്ര പദ്ധതികൾ വഴിയിൽ മുടങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇതൊക്കെയാണ് ഈ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, അതായത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അങ്ങ് EMS എന്ന ആ സംശുദ്ധമായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് മുകളിലാണ് എന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങളെ ഓർത്ത് ലജ്ജ തോന്നുന്നു.